ഹായ് വെൽക്കം ടു ജോനാസ് കിച്ചൺ. ഇന്ന് മോന് വേണ്ടിയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കട്ടെ. സിമ്പിൾ ബിരിയാണിയാണ്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ്റെ 4-5 വലിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 സവോള, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് അത് കുഴഞ്ഞു വരും. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. 2 സവോളയ്ക്ക് 1.5 പീസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം പൊടിക്കാത്ത ഫുൾ വലിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് നെയ്യും കൊണ്ട് തൂവി കൊടുക്കേണ്ട. ഈ സമയത്ത് കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മാത്രം മതി. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ റോസ് മില്ലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊരു 4 സ്പൂണ് ലെമൺ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പുളിയില്ലാത്ത തൈര് ഒരു 1/2 സ്പൂണ്, നട്ട്സും കസ്കസും അരച്ചത് ഒരു 2 സ്പൂൺ ഉണ്ടാകും, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ ബിരിയാണിക്ക്, ഈ മസാലയ്ക്ക്. അപ്പോൾ ഞാൻ അതിൽ ചിക്കനൊക്കെ ഇടുന്ന സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വിസിൽ വെക്കാതെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് റൈസ് ഇവിടെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എത്ര മതി, അതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന്, അപ്പോൾ നമ്മൾ അഡീഷണൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വാഴയില വെച്ചിട്ടാണ് അതൊന്ന് ദമ്മുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് റൈസ് ഇട്ടിട്ട് നെയ്യ് ഒഴിച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് നമ്മുടെ വലിയ ഉള്ളി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ഫ്രൈ ചെയ്തിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഇട്ടില്ല. നിങ്ങൾ ഈ സമയത്ത് അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ മോന് ചില്ലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രീൻ ചില്ലി കേട്ടോ, പച്ചമുളക് ഇട്ട് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.